നടി കവിയൂർ പൊന്നമ്മ അന്തരിച്ചു. 79 വയസ്സായിരുന്നു. എറണാകുളം ലിസി ആശുപത്രി ചികിത്സയിലായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് 1 മാസത്തിലേറെ ചികിത്സയിലായിരുന്നു. 400-ലേറെ ചിത്രങ്ങളിൽ നടി അഭിനയിച്ചിട്ടുണ്ട്. സിനിമയും ജീവിതവുമായി ഏറെ ബന്ധപ്പെടുത്തി കാണുന്ന മലയാളിക്ക് എന്നും അമ്മയുടെ മുഖവും മനസ്സും നൽകി ഊട്ടിയുറക്കിയത് കവിയൂർ പൊന്നമ്മയാണ്. 20-ാം വയസ്സിൽ സത്യന്റെയും മധുവിന്റെയും അമ്മയായി വേഷമിട്ട് ഏവരെ അത്ഭുതപ്പെടുത്തിയ പ്രകടനം കാഴ്ചവെച്ച പൊന്നമ്മ സിനിമയിലെ അവസാന നാളുകൾ വരെ ഏറ്റവും തന്മയത്തോടെ അമ്മ വേഷങ്ങൾ അവതരിപ്പിച്ചു. ചെറുപ്രായത്തിൽ തന്നെ സംഗീതം അഭ്യസിച്ചു തുടങ്ങിയ കവിയൂർ പൊന്നമ്മ 14-ാം വയസ്സിൽ നാടകത്തിലേക്ക് ചുവടുവെച്ചു. തോപ്പിൽ വാസിയുടെ പ്രശസ്തമായ മൂലധനമായിരുന്നു ആദ്യകാലങ്ങളിൽ പൊന്നമ്മ ഭാഗമായ പ്രധാന നാടകങ്ങളിൽ ഒന്ന്. പിന്നീട് കുടുംബിനി എന്ന ചിത്രത്തിൽ 2 കുട്ടികളുടെ അമ്മയായി അഭിനയിച്ചുകൊണ്ട് വെള്ളിത്തിരയിലേക്ക് എത്തി. 1960 മുതൽ 2022 വരെയുള്ള അരനൂറ്റാണ്ട് കാലത്തോളം സിനിമയിൽ നിറഞ്ഞു നിന്ന പൊന്നമ്മ 4 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളടക്കം നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 1971, 1972, 1973 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായും പിന്നീട് 1994 മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. ടെലിവിഷൻ സീരിയലുകളിലും കവിയൂർ പൊന്നമ്മ എന്ന നടി സജീവമായിരുന്നു. മാത്രമല്ല സിനിമ, നാടക, പിന്നണി ഗാനരംഗത്തും പൊന്നമ്മ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. നിർമ്മാതാവായ മണിസ്വാമിയായിരുന്നു ഭർത്താവ്. 2011 മണിസ്വാമി അന്തരിച്ചു. മകൾ ബിന്ദു അമേരിക്കയിലാണ്. കവിയൂർ പൊന്നമ്മയെ പോലെ ഒരുപാട് നടന്മാരുണ്ട്. ഒരേ കഥാപാത്രത്തിൽ തന്നെ തളയ്ക്കപ്പെട്ടുപോയ നടിമാർ പോലീസ് വേഷങ്ങളാണ് ചെയ്തതെങ്കിൽ പിന്നെ അവർ പോലീസുകാർ മാത്രമായിട്ടാണ് അവർക്ക് കിട്ടുക വേഷങ്ങളെല്ലാം. വേലക്കാരിയായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ അവരെല്ലാ പടത്തിലും വേലക്കാരിയായിരിക്കും. അങ്ങനെ കുറെ നടന്മാരുണ്ട്. അതിൽ വിട്ടുപോയ ഒരു നടിയാണ് കവിയൂർ പൊന്നമ്മ എന്ന നടി. ഇവർക്ക് കുറച്ച് ഭാഗ്യം ഉണ്ടാകുന്ന മുതിർന്ന അല്ലെങ്കിൽ സൂപ്പർ താരങ്ങൾ അമ്മ വേഷങ്ങളായിരുന്നു കൂടുതൽ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അല്ലാതെ എന്താ പറയാ, ഒരേപോലുള്ള വേഷങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നതല്ല. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ദിലീപിന്റെയും ജയറാമിന്റെ ഒക്കെ സുരേഷ് ഗോപിയുടെ ഒക്കെ അമ്മയായി അഭിനയിക്കാൻ പറ്റിയെന്നല്ലാതെ വേറെ വേറെ വ്യത്യസ്തമായ റോളുകൾ ചെയ്യാനുള്ള ഭാഗ്യം കവിയൂർ പൊന്നമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. പ്രേം നസീറിന്റെ കാര്യം വിട്ടുപോയതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുള്ള നടിയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.